2024 ബജാജ് പൾസർ NS200 ഫുൾ ഡിജിറ്റൽ മീറ്ററാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പുതിയതായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഈ ഡിജിറ്റൽ മീറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അവരുടെ ബജാജിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോൺ അതിലൂടെ പെയർ ചെയ്താൽ മാത്രമേ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ മേളിൽ റെഡ് ബട്ടൺ ഒരു ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും. അത് ഹൈ സ്പീഡിൽ ആകുമ്പോൾ ആണ് ആ ലൈറ്റ് മിന്നുക. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറും. ഗ്രീന്, റെഡ്, പിന്നെ ഒരു യെല്ലോ, 3 ലൈറ്റാണ് കത്തി കാണിക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ABSൻ്റെ വാണിംഗ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ. തൊട്ടിപ്പുറത്ത് ഇടത്തെ സൈഡിൽ ന്യൂട്രൽ ലൈറ്റ് കാണിക്കും. 2 ബട്ടൺ നമ്മുടെ മീറ്റർമേ ഉണ്ട്, ഒരെണ്ണം നമ്മുടെ കീ സ്വിച്ചുമേയും വരുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കാണിച്ചിട്ടുണ്ട്, ഫ്യൂൽ ഗേജ്, ട്രിപ്പ് A ട്രിപ്പ് B ക്കുള്ള നോട്ടിഫിക്കേഷൻ. പിന്നെ AFE എന്ന് പറഞ്ഞാൽ ആവറേജ് ഫ്യൂൽ എക്കോണമി, റീഫ്യൂൽ. ഈ ഞാനപ്പോൾ വിരലുകൊണ്ട് കാണിച്ചില്ല, ആ ഭാഗത്താണ് ട്രെയിൻ ബൈ ട്രെയിൻ നാവിഗേഷൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. 2 ബട്ടൺസാണ്, മോഡുണ്ട്, സെലക്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോഗിൾ ചെയ്യാനായിട്ട് മോഡ് ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കാണിക്കും. പൾസർ 701 എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ബ്ലൂടൂത്തിൻ്റെ നെയിമാണ്. ഈ സെയിം മോഡ് ബട്ടൻ്റെ ഫംഗ്ഷൻ തന്നെ ഈ കാണുന്ന സ്വിച്ച് ക്യൂബിലുള്ള ഈ M എന്ന് എഴുതിയേക്കണം ലൈറ്റ് ഗ്രേ കളറുള്ള സ്വിച്ച് ഞെക്കിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഒരു സ്വിച്ച് കൂടെ അഡീഷണൽ കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മോഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൾസർ 701 നമ്മുടെ ബ്ലൂടൂത്ത് നെയിമാണ്. IFE എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി. അത് ലാസ്റ്റ് രണ്ടിലല്ല, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടുന്നതാണ് IFEയിൽ കാണിച്ചു തരിക. ഒന്നുകൂടി പ്രസ് ചെയ്താൽ AFE A എന്ന് കാണിക്കും. AFE എന്ന് വെച്ചാൽ ആവറേജ് ഫ്യൂൽ എക്കോണമി, ട്രിപ്പ് A. ട്രിപ്പ് Aയിൽ നമുക്ക് എത്ര മൈലേജാണ് ലാസ്റ്റ് രണ്ടിൽ കിട്ടിയതെന്ന് കാണിച്ചു തരും. ഒന്നുകൂടി പ്രസ് ചെയ്താൽ AFE B കാണിക്കും. B എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് Bയിൽ എത്ര മൈലേജ് കിട്ടിയെന്ന് നമുക്ക് കാണിക്കും. രണ്ടെണ്ണം അടുക്കായിട്ട് ട്രിപ്പിൻ്റെ ഡിസ്റ്റൻസാണ് ആ 0 കിലോമീറ്റർ എന്ന് കാണിക്കുന്നത്. പിന്നെ 2 വാണിങ്സ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാണിങ്സ് അത് ക്ലിയർ ചെയ്യാനായിട്ട്, അതായത് വാണിങ്സ് എന്തൊക്കെയാണ് വന്ന് കിടക്കണമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് കൂടാതെ സെറ്റിങ്സ് കയറിയിട്ട് ഇപ്പോൾ ടൈം അല്ലെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ നെയിം മാറ്റണം, ബ്ലൂടൂത്ത് ഓഫ് ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനും ഈ വണ്ടിയിൽ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ ഇതിൽ 2 സ്വിച്ചസ് വരുന്നുണ്ട്. മോഡ് സ്വിച്ച് ഉണ്ട്, സെലക്ട് സ്വിച്ച് ഉണ്ട്. പിന്നെ അത് കൂടാതെ സ്വിച്ച് ക്യൂബിൽ ഒരു മോഡ് സ്വിച്ചും വരുന്നുണ്ട്. നമുക്ക് പ്രസ് ചെയ്ത് പിടിക്കേണ്ടത് സെലക്ട് എന്നുള്ള സ്വിച്ചിലാണ്. ഈ S എന്ന് പറഞ്ഞ സ്വിച്ച് കാണിക്കുള്ളത്. അതും വേണം നമ്മൾ ഞെക്കി പിടിക്കണം. ഞെക്കി പിടിച്ചാൽ മാത്രമേ ആ വാണിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ സെറ്റിങ്സിലേക്ക് എൻ്റർ ആവുള്ളൂ. അപ്പോൾ നമ്മളതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെറ്റിങ്സിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഒറ്റയടിക്കാവില്ല, ഇത്തിരി ഞെക്കി പിടിക്കണം. കാരണം നമുക്ക് ബ്ലൂടൂത്ത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യും. ഇപ്പോൾ ഓണാണ്, അത് മുതൽ ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞാൽ അത് ഓഫായി പോകും. അതാണ് അതിൻ്റെ സെറ്റിങ്സിൻ്റെ സ്വിച്ചിന് പറയുന്നത്. ഇനി നമുക്ക് അതിന് എക്സിറ്റ് ആവണമെങ്കിൽ തൊട്ടിപ്പുറത്തെ മോഡ് ബട്ടണിൽ പ്രസ് പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിങ്സിൽ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റും. കണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എക്സിറ്റായി. ഇനി സെറ്റിങ്സ് മാറ്റി നമുക്കിനി വാണിങ്ങിലേക്ക് മാറണമെന്ന് വെച്ചോ. വാണിങ്ങിലേക്ക് മാറണമെങ്കിലും സെയിം തന്നെ. വാണിങ്ങിൽ നമ്മൾ ഇതുപോലെ ഞെക്കി വാണിങ്ങിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സെലക്ട് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വാണിങ്സിലേക്ക് കയറാം. എന്നിട്ട് ഏതൊക്കെ വാണിങ്ങാണ് വന്ന് കിടക്കുന്നതെന്ന് അതിൽ കാണിക്കും. ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം. കണ്ട ABS ക്യാൻ ബി എറർ, ആ വാണിങ് കാണിക്കുന്നുണ്ട്. റീഫ്യൂൽ എന്ന് കാണിക്കുന്നതിൻ്റെ വാണിങ്ങും വന്ന് കിടപ്പുണ്ട്. പിന്നെ ഇത് കൂടാതെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇടത്തെ സൈഡ് ആ N എന്ന് പറഞ്ഞാണ് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഫ്യൂലിൻ്റെ പടം വന്നല്ലേ, അത് ഫ്യൂൽ ഗേജാണ്. മേളിൽ ടൈം കാണിക്കുന്നുണ്ട്. ഡിജിറ്റലായിട്ട് നമുക്ക് സ്പീഡ് കാണിച്ചു തരും. അതിൻ്റെ മേളിലായിട്ട് LED ലൈറ്റ്സിലിങ്ങനെ എന്താ പറയുക, ഒരു ബാർസ് ഇങ്ങനെ കയറി വരില്ലേ, RPM മീറ്ററിൽ കയറുന്ന പോലെ, അതുപോലെ മേളിലായിട്ട് RPM മീറ്ററും നമുക്ക് വണ്ടി കാണിച്ചു തരുന്നതാണ്. കൂടാതെ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു USB പോർട്ടും വാഹനത്തിൻ്റെ മീറ്ററിൻ്റെ സൈഡിൽ തന്നെ വരുന്നുണ്ട്. എൻ്റെ ഒരു ഓൺ റോഡ് കോസ്റ്റ് വരുന്ന ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ്. എന്തെങ്കിലും പർച്ചേസ് എൻക്വയറി ഉണ്ടെങ്കിൽ ഞാൻ ഡീലർഷിപ്പിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് വണ്ടി പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക്